ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറബി ഭാഷാ നിയമങ്ങൾ പഠിക്കുകയും തസ്രീഫാത്തുകളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അൽ അറബിയത്തുൽ ഫുസ്ഹ സംസാരിച്ച് പരിശീലിക്കുന്നതിന് വേണ്ടിയുള്ള കണ്ടന്റുകളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോ പരമ്പരയുടെ ആദ്യ വീഡിയോയാണിത്. തദ്രീബുൽ മുഹാദസത്തി ബിൽ അറബിയത്തിൽ ഫുസ്ഹ ലിൽ മുതവസ്സിത്തീൻ എന്ന പേരിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഷോർട്സുകളിലും വീഡിയോകളിലും നാം ബന്ധപ്പെടുന്ന മുഴുവൻ സിറ്റുവേഷനുകളിലും ഉപയോഗിക്കേണ്ട കലിമത്തുകളും വാചകങ്ങളും നല്ല താബീറിൽ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ സിറ്റുവേഷനുകളെയും തുടർച്ചയായി പരസ്പരം കോർത്തിണക്കിക്കൊണ്ടാണ് വീഡിയോ തയ്യാറാക്കുന്നത്. ഫനബ്ദ ഇൻഷാ അല്ലാഹ്. ദഖൽ മുനബ്ബിഹ് ഔ ഇസ്തഖറത് റന്നത്തുൽ മുനബ്ബിഹ് ഫസ്തൈഖൽതു ഔ സഹൗതു മിനൻ നൗമി സഅത الرابعة ونصف وفتحت النور أو ولعت النور وأغلقت المروح أو المكيف وطويت اللحاف أو البطانية ونظمت أو رتبت الملاءة والمخدة على المرتبة وخرجت من غرفة النوم. دق المنبه അലാം ബെല്ലടിച്ചു. ഔ ഇസ്തഖറത് റന്നത്തുൽ മുനബ്ബിഹ് അല്ലെങ്കിൽ അലാം ബെല്ലടിച്ചു എന്നാണ്. രണ്ട് രീതിയിലുള്ള പ്രയോഗങ്ങളും പറ്റും. ദക്ക എന്നാൽ ബെല്ലടിച്ചു എന്ന് ഡയറക്റ്റ് ഉപയോഗിക്കുന്ന വാക്കാണ്. ദക്കൽ മുനബ്ബിഹ് അലാം ബെല്ലടിച്ചു. ഇസ്തഖറത്ത് റന്നത്തുൽ മുനബ്ബിഹ് റന്നത്ത് എന്നാൽ ബെല്ല് എന്നാണ്. ഇസ്തഖറത്ത് റന്നത്തുൽ മുനബ്ബിഹ് അലാമിൻ്റെ ബെല്ലടിച്ചു എന്നാണ് അർത്ഥം. ഫസ്തൈഖൽതു അങ്ങനെ ഞാൻ ഉണർന്നു. ഔ സഹൗതു ഇസ്തൈഖല ഉണർന്നു, ഉറക്കത്തിൽ നിന്നും ഉണർന്നു എന്നതിന് ഇസ്തൈഖല പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേലാണ് സഹ യസ്ഹു എന്ന ഫേല്. സഹൗതു മിനൻ നൗമി സഅത റാബിഅത വനിസ്ഫ് 4:30 മണിക്ക് എന്നാണ്. സഅത റാബിഅത എന്നുള്ളതിന് ഫിസ് സഅത്തി റാബിഅതി എന്ന് വേണമെങ്കിലും പറയാം. ഫിസ് സഅത്തി റാബിഅതി വനിസ്ഫ്. ഇനി സമയം പറയുന്നതിന് അസ്സഅത്തു റാബിഅതു വറുബഉ എന്ന് പറഞ്ഞാൽ 4:15 എന്നാണ് അർത്ഥം. അസ്സഅത്തുൽ ഖാമിസത്തു ഇല്ലാ റുബഉ എന്ന് പറഞ്ഞാൽ 4:45 എന്നാണ് അർത്ഥം. വഫതഹ്തു നൂർ ഞാൻ ലൈറ്റ് ഓൺ ചെയ്തു. ഔ വല്ലഅത്തു നൂർ അല്ലെങ്കിൽ ഞാൻ വല്ലഅ എന്ന ഫേല് കൂടി അവിടെ ഓൺ ചെയ്തു എന്നതിന് കത്തിച്ചു എന്നതിന് ഉപയോഗിക്കാൻ സാധിക്കും. വല്ലഅത്തുൽ മിസ്ബാഹ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫതഹ്തുൽ മിസ്ബാഹ് എന്ന് വേണമെങ്കിലും പറയാം. ഫതഹ്തു നൂർ ഔ വല്ലഅത്തു നൂർ. വല്ലഅ എന്ന് പറയാറുണ്ട്, ലൈറ്ററിനാണ്. ഗ്യാസും മറ്റുമൊക്കെ കത്തിക്കുന്ന ലൈറ്ററിന് വല്ലഅ എന്ന് ഉപയോഗിക്കാറുണ്ട്. വഅഗ്ലഖ്തുൽ മിർവഹ അബിൽ മുകയ്യഫ്. അഗ്ലഖ യുഗ്ലിഖു എന്നാൽ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നാണ്. അഗ്ലഖ്തുൽ മിർവഹ ഫാൻ സ്വിച്ച് ഓഫ് ചെയ്തു. അബിൽ മുകയ്യഫ് അല്ലെങ്കിൽ AC സ്വിച്ച് ഓഫ് ചെയ്തു. വതവൈത്തുൽ ലിഹാഫ അബിൽ ബത്താനിയ. തവായത്തുവി എന്നാൽ മടക്കി വയ്ക്കുന്നതിനാണ് പറയുക. തവൈത്തുൽ ലിഹാഫ്. ലിഹാഫ് എന്നാൽ മൂടുന്ന കട്ടിയുള്ള പുതപ്പിനാണ് ലിഹാഫ് എന്ന് പറയുക. തവൈത്തുൽ ലിഹാഫ് ഞാൻ കട്ടിയുള്ള പുതപ്പ് മടക്കി വെച്ചു. അവിൽ ബത്താനിയ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് മടക്കി വെച്ചു. തവൈത്തുൽ മലാബിസ് എന്ന് പറയാറുണ്ട്. തവായത്തുവി ഞാൻ വസ്ത്രങ്ങളൊക്കെ മടക്കി വെച്ചു. ഇതേപോലെയുള്ള ഒരു ഫെയിലാണ് കവായക്വി, അയൺ ചെയ്യുക എന്നാണ് അർത്ഥം. തവൈത്തുൽ മലാബിസ് എന്നാൽ ഞാൻ വസ്ത്രങ്ങൾ മടക്കി വെച്ചു എന്ന് പറയുമ്പോൾ കവൈത്തുൽ മലാബിസ് എന്ന് പറയാറുണ്ട്, ഞാൻ വസ്ത്രങ്ങൾ തേച്ചു വെച്ചു എന്നാണ് അർത്ഥം. പുതപ്പ് മൂടിക്കിടക്കുക എന്നതിന് ഇൽത്തഹഫ ഇൽത്തഹിഫു അല്ലെങ്കിൽ തലഹഫ യതലഹഫു എന്ന ഫേൽ ഉപയോഗിക്കാറുണ്ട്. പുതപ്പ് മൂടിക്കിടക്കുക ഇൽത്തഹഫ ഇൽത്തഹിഫു അല്ലെങ്കിൽ തലഹഫ യതലഹഫു. വനല്ലംതു ഔ റത്തബ്തു ഞാൻ ക്രമമായി വെച്ചു, ക്രമീകരിച്ചു. നല്ലമ എന്ന ഫേലും റത്തബ എന്ന ഫേലും ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അൽ മിലാഅത്ത വൽ മിഖദ്ദത്ത ബെഡ്ഷീറ്റും തലയിണയും. മിലാഅത്തു സരീർ എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് എന്നാണ് അർത്ഥം. ഷർഷഫു സരീർ എന്നും കൂടി പറയാറുണ്ട്. നല്ലംതുൽ മിലാഅത്ത വൽ മിഖദ്ദത്ത. മിഖദ്ദത്ത് എന്നാൽ തലയിണ എന്നാണ്. അൽ വിസാദത്ത് എന്ന പദവും ഉപയോഗിക്കാവുന്നതാണ്. അലൽ മർത്തബത്തി. അലൽ മർത്തബത്ത് എന്നാൽ മാട്രസിന് മുകളിൽ. ബെഡിന് മാട്രസിനാണ് മർത്തബ എന്ന് പറയുക. വഖറജ്തു മിൻ ഗുർഫത്തിൻ നൗം. ബെഡ്റൂമിൽ നിന്നും ഞാൻ പുറത്തിറങ്ങി. ഗുർഫത്തുൻ നൗം എന്നാൽ ബെഡ്റൂം എന്നാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് നടക്കുന്ന ഓരോ കാര്യങ്ങളെ പരസ്പരം കോർത്തിണക്കിക്കൊണ്ട് ഇനിയുള്ള വീഡിയോകൾ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഇത് നാം പ്രാക്ടീസ് ചെയ്യേണ്ട രീതി, ഈ വീഡിയോ 2-3 ആവർത്തി നാം കേൾക്കുക.
രണ്ടാമതായി അതിനെ നമ്മൾ അതുപോലെ പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മൂന്നാമത് അത് നമ്മൾ നോട്ട് ബുക്കിലോ ഡയറിയിലോ എഴുതി വെക്കുക. ആ എഴുതി വെച്ചതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടി ആവർത്തി വായിച്ചു നോക്കുക. അതിനുശേഷം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബുകൾ, ഫേലുകൾ, അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ പറഞ്ഞ് പരിശീലിക്കുക. ഇവിടെ ഞാൻ ചെയ്തു എന്ന രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവനൊരു പുരുഷൻ ചെയ്തു, അല്ലെങ്കിൽ അവർ കുറേ ആളുകൾ ചെയ്തു, നിങ്ങൾ ചെയ്തു, നിങ്ങൾ കുറച്ച് സ്ത്രീകൾ ചെയ്തു, ഞങ്ങൾ ചെയ്തു എന്ന രൂപത്തിൽ ഫേലുകളുടെ വ്യത്യസ്ത രീതികൾ നമ്മൾ ഇതിൽ പറഞ്ഞ് പരിശീലിക്കുക. പിന്നെ ദിവസവും നാം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഇത് നമ്മൾ ദിവസവും പറയാൻ ശ്രമിക്കുക. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ ഇതിങ്ങനെ ഈ രീതിയിൽ കൂടി പറഞ്ഞ് നമ്മൾ പരിശീലിപ്പിക്കുക.